എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ദേവേനയും ജലജൻ ജാനകിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ടി വിക്കകത്ത് ആ ന്യൂസ് കാണിക്കുന്നത്. നയനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ ടി വിക്കകത്ത് വരുവാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് ജഡ്ജ് പറഞ്ഞു, തെങ്ങ് നോക്കമ്മേ, അവളുടെ ഫോട്ടോ ഒക്കെ ടി വിക്കകത്ത് കാണിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി ഇത് കണ്ടതും മുത്തശ്ശി ഭയങ്കര ആകാംക്ഷപൂർവ്വം അതിലേക്ക് നോക്കുകയാണ്. പുതിയ ഡിസൈനിന്റെ പേരും നയന കളക്ഷൻസും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞ് മുത്തശ്ശിക്ക് സന്തോഷമായി. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ജലജ പറഞ്ഞു, പറഞ്ഞു കേട്ടില്ലേ നയന ആദർശെന്ന്. അപ്പൊ ആദർശിന്റെ പേരിന്റെ മുന്നിൽ നയന, അതിനർത്ഥം എന്താ? ഇപ്പം അവളുടെ വാലായിട്ടേ ഇപ്പൊ ആദർശ് അറിയപ്പെടുന്ന പറയാ. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ ജലജ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നേ? അതെ, ഭാര്യയുടെ പേരിന്റെ പുറയിലെ ഭർത്താവിന്റെ പേര് വന്നത് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവളെ കുറിച്ച് അറിയാവുന്നല്ലേ, അവള് വലിയ ഡിസൈനറൊക്കെ ആയിരിക്കുക. അതിനകത്ത് ഇവിടെ എല്ലാവരും അവളെ അഭിനന്ദിക്കുകയോ ചെയ്യണ്ടേ, അവളുടെ ആ കഴിവില് എല്ലാരും സന്തോഷിക്കുകയല്ലേ ചെയ്യണ്ടേന്ന് വെക്കും. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, പിന്നെ സന്തോഷിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവള് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. എന്താ നിന്നോട് അവൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കാം. പിന്നെ എന്നോട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഏട്ടത്തിയോട് ചെയ്ത എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഏട്ടത്തിക്ക് കുടിക്കാനുള്ള പാലിനകത്ത് വിഷം കലർത്തി കൊടുത്തവളല്ലേ, എന്നിട്ട് വലിയ അവാർഡ് മേടിച്ചോണ്ട് ഞെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയാം. ഈ സമയം ദേവേനെ മനസ്സിൽ പറഞ്ഞു, എന്റെ മരുമോൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എന്റെ മരുമോളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയണം. ആ സമയം ജാനകി പറഞ്ഞു, അല്ല ഏട്ടത്തി എന്തോന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കും. ഞാൻ എന്ത് പറയാനാ, ഞാനിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ എന്തേലും മിണ്ടിയിട്ടുണ്ടെ പിന്നെ അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ എന്തേലും പറഞ്ഞാൽ പിന്നെ ആദർശം മുഖം വീർപ്പിക്കും. പിന്നെ അവള് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദർശ് ആ പുറകെ പോവും. വെറുതെ എന്തിനാ ഞാനൊരു വഴക്കുണ്ടാക്കുന്നത് കരുതിയിട്ടാ ഞാൻ ആരോടും ഒന്നും പറയാനും മിണ്ടാനും ഒന്നും പോകാത്തേന്ന് പറയാം. അവളുടെ മുഖം പോലും കാണാൻ ഇഷ്ടപ്പെടാത്തോണ്ടാ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടെ. അതിങ്ങനെ ഒരു കുരിശാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം. ജലജ പറഞ്ഞു, എല്ലാത്തിനും ഏട്ടത്തിയെ കാരണം. ഏട്ടത്തിക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ അവാർഡൊക്കെ ചുമ്മാ അതായിരിക്കുന്നേ. അവള് മിക്കവാറും പണം കൊടുത്ത് വാങ്ങിയതായിരിക്കും. ഇപ്പം അവിടെ പോയി ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അപ്പൊ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിട്ട് ടി വിയിലൊക്കെ പടം വരാൻ വേണ്ടിട്ട് അവള് കാണിച്ച വിദ്യാന്നാ എനിക്ക് തോന്നണേന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അതെ അങ്ങനെ ഒരുത്തിയൊന്നും അല്ല നയനമോള്. നയനമോൾക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവൾ ഈ പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ അവാർഡ് ദാന ചടങ്ങിന് പോകത്തില്ലെന്ന് പറയില്ലായിരുന്നു പറയാം. പിന്നെ അതൊക്കെ അവളുടെ ഒരു അഭ്യാസമല്ലേ, എല്ലാരും കയ്യിലെടുക്കാൻ വേണ്ടി. ഏട്ടത്തി അവിടെ ചെല്ലണം, അവൾക്ക് അവാർഡ് കൊടുക്കുന്ന കാണണം. അതിന് വേണ്ടിയിട്ട് മാത്രം അവള് ആ പരിപാടികളൊക്കെ കാഴ്ചവെച്ചെന്ന് പറയാം. ഏട്ടത്തി പൊട്ടിയായതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏട്ടത്തിന്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു പറയാം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പക്ഷെ അവാർഡ് കൊടുക്കുന്നൊന്നും കണ്ടില്ല, ഞാൻ അങ്ങോട്ടേക്ക് മാറിപ്പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അതെന്താണല്ലോ നന്നായി, അല്ലെങ്കിൽ അവളുടെ അഹങ്കാരം കൂടെ കാണേണ്ട പറ്റില്ലായിരുന്നു ചോദിക്കുവാണ്. പിന്നീട് ആ ദേവനെ അങ്ങോട്ടേക്ക് കയറി പോവാ. ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ജാനകി നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകി ഒന്ന് നോക്കിയിട്ട് ഒരു പുച്ഛപാത്രി പുച്ഛച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഒന്നും മൈൻഡ് ചെയ്ത് പോലുമില്ല. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, അവള് വന്നിട്ടുണ്ട് എന്ന് പറയണം. ആര്? ഓ, നമ്മുടെ പുതിയ ആളോ? അതാരാ? പറയേണ്ട കാര്യമുണ്ടോ? ആരായിരിക്കും? നയന, അഹങ്കാരി വന്നിട്ടുണ്ടെന്ന് പറയണം. ഓ, അവളെത്തിയോ? ഇപ്പൊ നിലത്തെങ്ങും ആയിരിക്കില്ലല്ലോ അവള് നിക്കണേന്ന് പറയാം. നിലത്തൊന്നും അല്ലായിരിക്കും, അവാർഡൊക്കെ കൈ പിടിച്ചാണ് വന്നിരിക്കുന്നത്, ഞാൻ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ലെന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ഞാനും കൂടി ചെല്ലട്ടേന്ന് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ്. പിന്നീട് നയനയുടെ കയ്യിലിരിക്കുന്ന അവാർഡൊക്കെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഓ, പണം കൊടുത്ത് മേടിച്ചായതുകൊണ്ടായിരിക്കും ഇത്ര ഉഷാറോട് കൂടിയിട്ട് ഇത് പൊക്കി പിടിച്ചിരിക്കുന്നതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ആന്താപ്പച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല എടാ, ഇവൾക്ക് ആ ഡിസൈനറൊക്കെ അവാർഡ് കിട്ടുക പറഞ്ഞാലേ ആരെങ്കിലും കൊടുക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. വേറെ എത്ര പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇവളെക്കാളും നല്ല കഴിവുള്ള പെൺകുട്ടികൾ, അവർക്കൊക്കെ കൊടുക്കാനുള്ളതിന്. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അതെ കഴിവുള്ളവർക്ക് അവാർഡ് കൊടുക്കണേന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അതിന് ഇവൾക്ക് കഴിവൊന്നുമില്ലോ. ഓഹോ, ഇവൾക്ക് കഴിവില്ല ഉണ്ടെന്നൊക്കെ അപ്പച്ചിയാണ് തീരുമാനിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പച്ചിയുടെ മോനും വലിയ ചിത്രരചനയൊക്കെ നടത്തുന്നതാണല്ലോ, എന്നിട്ട് എന്ത് പറ്റി? ഒരു അവാർഡ് പോയിട്ട് ഒരു കുപ്പി ഗ്ലാസ് എങ്കിലും കിട്ടിയോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എടാ പൈസ കൊടുത്ത് മേടിക്കാം, അവന്റെ പൈസ ഇല്ലാത്തോണ്ടാ, നിന്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് നീ പൈസ കൊടുത്ത് മേടിച്ചെന്ന് പറയാ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ദേ ഒരുമാതിരി വർത്താനം പറയില്ല കേട്ടോ, അപ്പച്ചിയാന്ന് ഞാൻ നോക്കത്തില്ല എന്ന് പറയണം.
അവാർഡ് പൈസ കൊടുത്ത് മേടിച്ചോലും അതിന്റെ ആവശ്യമൊന്നും എനിക്കോ നയനിക്കോ ഇല്ലെന്ന് പറയാണ്. അങ്ങനെ പേരിനും പ്രശസ്തി ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളെന്ന് പറയാം. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അസൂയ കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറയാം. അസൂയ? ആർക്കസൂയ? ഇവൾക്ക് ഈ ഒരു ഇത് കുഞ്ഞ് ഈ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നേ? അതിന്റെ ഒരു കാര്യമില്ലടാന്ന് പറയണ. ഞാനൊക്കെയൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറത്തേതും കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അന്നെങ്കിലേ ഇത്രയൊന്നും വേണ്ട, ഇതിനേക്കാൾ ഒരു ചെറുത് അങ്ങനെ ഒരു അവാർഡെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ജലജ ഒന്ന് പതറി. ഒരു വാശിക്ക് വേണ്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞാണ്. പക്ഷെ ഇവൻ ഇങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ജലജ പറഞ്ഞു, പിന്നെ പൈസ കൊടുത്താൽ കിട്ടാത്ത എന്ത് സാധനം ഇന്നത്തെ കാലത്തുള്ളത്? എന്തിനേറെ പെടുന്നു, അപ്പനെയും അമ്മേനെയും വരെ കിട്ടുന്ന കാലം പിന്നെയാണോ ഇതെന്ന് പറയാണ്. ഈ സമയം നയന പറഞ്ഞു, മതി ആദർശേട്ടാ വാന്ന് പറഞ്ഞ ആദർശനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. നയനക്കറിയാം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജ ഒട്ട് നിർത്താനും പോകുന്നില്ല, ആദർശന് ദേഷ്യം വരികയും ചെയ്യും. പിന്നെ അപ്പച്ച അന്ന് നോക്കല്ല വായി വരുന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ? അങ്ങനെ നയന ആദർശനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ആദർശേട്ടാ വെറുതെ എന്തിനാ അപ്പച്ചിയോട് ഇങ്ങനെ പറയാൻ പോന്നേ? അപ്പച്ചിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, നമ്മൾ എത്ര പറഞ്ഞാലും നന്നാവാനൊന്നും പോകുന്നില്ല, അതിനെ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറയണം. പാവം നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ട് മാത്രമേ വിഷമമുള്ളൂ. കിട്ടിയ അമ്മായിമ്മയും കൊള്ളാം ഭർത്താവും കൊള്ളാം, രണ്ടിനെ ഒരു വണ്ടിക്ക് അടിക്കാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, കണ്ടോ ഒരു ദിവസം എല്ലാത്തിനെയും ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നയന മുറിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നേ. അനാമിക വന്നിട്ട്, ഓ വന്നായിരുന്നോ? ഇനിയിപ്പം ഭയങ്കര ഇച്ചിരി ഇത് കൂടുമായിരിക്കും, അഹങ്കാരം കൂടുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. എന്തിന്? അല്ല അവാർഡൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പൊ അതിന്റെ പേരിലായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അനാമികെ, നീ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. ഞാൻ നിന്നോട് എന്തേലും പറയാൻ വന്നോ, എന്തേലും കാണിക്കാൻ വന്നോന്ന് ചോദിക്കും. അപ്പോഴേക്കും അനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. കൺഗ്രാസ് ഏട്ടത്തിന്നൊക്കെ പറയണം. നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ ടി വിക്കകത്ത കണ്ടായിരുന്നു, പിന്നെ ഫോണിനകത്തൊക്കെ ഉണ്ട്, ഇപ്പൊ ഏടത്തി സ്റ്റാറാന്ന് പറയണം. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ രാവിലെ തൊട്ട് നീ ഏടത്തിന്റെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ, വേറൊരു പണിയില്ലോ നിനക്ക് ഇവിടെ എന്ന് പറയണം. സ്വന്തം ഭാര്യയുടെ ഫോട്ടോസ് നോക്കാൻ അവന് സമയമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം നായന പറഞ്ഞു, എന്താ അനാമി നീ ഇങ്ങനെയൊക്കെ പറയണം നിൽക്കുക, പിന്നെ എങ്ങനെ പറയണം? അപ്പോഴേക്കും ആദർശം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് അനി പറഞ്ഞു, ആദർശനും കൂടെ പോവായിരുന്നു അവാർഡ് ദാന ചടങ്ങിന് സമയത്തെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ സ്ത്രീകളുടെ മാത്രം പരിപാടിയല്ലായിരുന്നു, അതുകൊണ്ട് പുരുഷന്മാരൊന്നും അങ്ങോട്ടേക്ക് ചെന്നില്ല എന്ന് പറയണം. അല്ലെങ്കിൽ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവൾക്ക് അവാർഡ് കിട്ടുന്ന കാണാനായിട്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനാമ പറഞ്ഞു, അതെന്താണെന്ന് നന്നായെന്ന് പറയണം. അല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെല്ലാരും കൂടടച്ച് പോകായിരുന്നല്ലോ. ഈ പറയുന്ന എന്റെ കെട്ടിയോണെന്ന് പറയുന്ന നടക്കുന്നവനും അവനും പോയാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഒരു പോകാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മുൻനിരത്തിന് ഞാനും ഉണ്ടായിരുന്നു, ആദ്യത്തെ കൈയടി എന്റെ ആയിരിക്കും എന്ന് പറയണം. അനാമ പറഞ്ഞു, എനിക്കറിയാടാ നീ ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. പെട്ടെന്ന് അതിനെ പറഞ്ഞു, നീ എന്താ അനാമ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നും അല്ലേലും നിന്റെ ഭർത്താവല്ലേന്ന് ചോദിക്കുവാന്. നീ അതിന്റെ ഒരു മര്യാദ കൊടുത്ത് വേണ്ട സംസാരിക്കാന്ന് ചോദിക്കുക. പിന്നെ ഭർത്താവാണ് പോലും ഇവനാ, ആരംഗീകരിച്ചിരിക്കുന്ന ഇവനെ ഭർത്താവായിട്ട്? അതെ, എന്റെ കഴുത്തിൽ ഒരു താലി ചരട് കിട്ടിയെന്ന് ഓർത്തോണ്ട് ഇവൻ എന്റെ ഭർത്താവാണെന്നും പോകുന്നില്ല. അതിന് ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ടില്ല. പിന്നെ ഇവനെ ആര് കണക്ക് കൂട്ടുന്നു ഭർത്താവായിട്ട്? ഇവനല്ലെങ്കിലും ഇപ്പോഴും അവളുടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണ്. പെട്ടെന്ന് അനുയോജിച്ചു, എന്താടി നിന്ന് നിർത്തിയത്? ബാക്കിയും കൂടെ പറയണം. ബാക്കി ഞാൻ പറയണില്ല എന്നാന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നയന പറഞ്ഞു, പോട്ടെ അനി, അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ. പിന്നെ സ്വഭാവം അറിയാന്ന് വെച്ചോണ്ട് അവളുടെ മുന്നിൽ തല കുണിച്ചിരിക്കണോ? തല കുണിച്ച് കൊടുത്തോണ്ട് അവളെ തലയെ കയറി നിറങ്ങുന്ന സ്വഭാവം എന്നെ കൊണ്ട് പറ്റില്ല എടുത്തി. സഹിച്ചു ക്ഷമിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. എത്ര കാലം എന്ന് വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേന്ന് ചോദിക്കുക. ആദർശം പറഞ്ഞു, പോട്ടേടാ അനി, നീ അതേക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, അറിയാലോ അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്. ഒരു കുടുംബമായി പോയില്ലേ എന്നൊക്കെ പറയണം. കുടുംബമാണെന്ന് വെച്ചോണ്ട് എന്ത് തോന്നിയാസം സഹിക്കാന്നാണോ? അവളുടെ വായ കിടക്കുന്ന ആക്കുണ്ടെങ്കിൽ അവളെ കല്ലേ വാരി നിലത്തടിക്കാണ്ട് തോന്നും. അതേപോലത്തെ സ്വഭാവം കാണിക്കണേ എന്നൊക്കെ അനി പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട് ദേവേനെ അടുക്കളയിലേക്ക് എന്നിട്ട് നയനയ്ക്ക് കുടിക്കാനുള്ള പാലൊക്കെ എടുക്കുകയാണ്. നയനമോള് കൊണ്ടേ കൊടുക്കണം, പക്ഷെങ്കിൽ ആരും കാണാതെ വേണം കൊണ്ടേ കൊടുക്കാനായിട്ട്. ആരെങ്കിലും കണ്ടുകൊണ്ടേ പ്രശ്നമോ? അങ്ങനെ ദേവേനെ എവിടെയൊക്കെ നോക്കി. ദേവേനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആരുമില്ലാന്ന് കണ്ടു. പിന്നീട് പാലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം നയന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. മുറിയിലേക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല, ആദർശം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ മോളെ ഇത് കുറച്ച് പാല മോൾക്ക് വേണ്ടി അമ്മ എടുത്തോണ്ട് വന്നാന്ന് പറയണം. ഇത് കേട്ടത് നയന പറഞ്ഞു, എനിക്കിപ്പോ വേണ്ടായിരുന്നു അമ്മയെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മോൾ ഇത് കുടിക്കണമെന്ന് പറയണം. അമ്മ എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മ കുടിക്കുക, ബാക്കി പകുതി ഞാൻ കുടിക്കാന്ന് പറയാം. അത് ശരിയാകത്തില്ല, മോള് മൊത്തം അങ്ങോട്ട് കുടിച്ചോളാൻ പറയണം. ഒന്നാമത്തെ കാര്യം മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, അമ്മ കുടിച്ചോളാൻ പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ സമയം നയന പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. പിന്നീട് ദേവേനെ എന്ത് ചെയ്യാണ്, കുറച്ച് കുടിച്ചു.
പിന്നീട് നയനയ്ക്ക് കൊടുക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ ഇറങ്ങി വരുന്നത്. ജലജ ആ കാഴ്ച കണ്ടു. നയനയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുക്കുന്നേ നയന വാങ്ങിച്ചു കുടിക്കുന്നതെല്ലാം കണ്ടു. ഈ സമയത്ത് ദേവേനെ നോക്കിക്കഴിയുമ്പോഴത്തേനും ജലജ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് ഒരു നിമിഷം ദേവേനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേ എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി ഇപ്പൊ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് തന്നെ ദേവേനെ എന്തെങ്കിലും പറഞ്ഞ് തടി ഊരുവേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പൊ അമ്മായിമ്മയും മരുമോളും കൂടെ തമ്മിൽ ഒന്നു ചേർന്നിട്ട് അവിടെയുള്ള വിഷജന്തുക്കളൊക്കെ അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കും. അപ്പൊ അതിന്റെ നല്ല അധികം വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ആശംസിച്ചു നിർത്തുന്നു.